ഓക്കെ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ ഇന്ന് അത്യാവശ്യം ചെറിയൊരു വെയിലുണ്ട്, തണുപ്പ് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം ഗാർഡൻ ഇന്നലെ ഞാൻ ശരിക്കും പുല്ലൊക്കെ കട്ട് ചെയ്ത് സോ എന്നാലും കുറച്ച് ഇലകളും പിന്നെ എൻ്റെ ചെറിയ വെജി ഗാർഡനിൽ കുറച്ച് വീടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് പറിച്ച് കുറച്ച് നീറ്റാക്കാമെന്ന് വെച്ച് ഇറങ്ങിയാണ് കാലത്തെ. ഓക്കെ, ഇന്ന് ഞായറാഴ്ചയാണ്. ഇപ്പോൾ കാണാൻ ഇന്നലെ പുല്ലൊക്കെ വെട്ടി കുറച്ച് താഴ്ത്തി വെട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുല്ലിനി വളരില്ല തണുപ്പ് സമയത്ത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പണിയെന്ന് വെച്ചാൽ ചെറിയൊരു ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റിൽ കളകളൊക്കെ പറിച്ച് കാണാൻ ചെറിയ പുല്ലുകളൊക്കെ സൈഡിൽ വെജി ഗാർഡനിലൊക്കെ നിൽക്കണം. കുറച്ച് മെസ്സിയാണ്. അവിടെ ഇവിടെയും ചെറിയ കളകളൊക്കെ നിൽക്കണം. ചിലപ്പോൾ നമ്മൾ നടക്കുന്ന പാപ്പുകളെല്ലാം ഇതൊക്കെ ഉണ്ട്. നടക്കുന്ന പാപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് പറിച്ച് ഇന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച സമയം കിട്ടിയില്ല. ഈ വിൻ്റർ തുടങ്ങിയിട്ട് മിക്ക ദിവസവും നമ്മളുടെ ഓഫ് ഡേന് മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ട് തോന്നി ഇന്നിറങ്ങി. ഇന്നത്തെ പണി ഇതാണ്. ഇതൊക്കെ പാഷൻ ഉണ്ടെങ്കിൽ ഇത് എളുപ്പമല്ല. ഈ ഗാർഡൻ നീറ്റായിട്ട് സൂക്ഷിക്കലും അത്യാവശ്യം നല്ല പണിയുണ്ട്. നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വിദേശത്താന്ന് പറയുമ്പോൾ നമ്മളൊക്കെ റെസ്റ്റ് എടുക്കണം വളരെ കുറവാണ്, ഇങ്ങനത്തെ ഹോബിയൊക്കെ ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച്. അപ്പം എനിക്കിതാണ് എൻ്റെ എൻജോയ്മെൻറ്റ്. നേച്ചറായിട്ട് കുറച്ച് ഇടവഴി, അപ്പോൾ നമുക്കൊരു മനസ്സിനൊക്കെ സുഖം കിട്ടും. അപ്പോൾ നല്ലൊരു ഹോബിയാണ് ശരിക്കും ഗാർഡനിങ്. എല്ലാവരും ട്രൈ ചെയ്യുക. ചെറിയൊരു വെജി ഗാർഡനിങ്ങിന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. 1 മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം ബാക്ക് യാർഡിലെ വീടെല്ലാം പറിച്ച് ഒരുമാതിരി ക്ലീൻ ആക്കിയിട്ടുണ്ട്. വിൻ്ററിലാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. കാര്യം നമ്മൾ സമ്മറിലെ പോലെ അധികം വീടുണ്ടാവില്ല. നമ്മൾ പറിച്ച പെട്ടെന്ന് പോരുകയും ചെയ്യും. അതുകൊണ്ട് 1 hour കൊണ്ട് തീർന്നു. അല്ലെങ്കിൽ നോർമലി ഇറ്റ് വിൽ ടേക്ക് 2 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട്. 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ് ഞാൻ ദേ കാട്ടിത്തരാം. പാത്രമെല്ലാം പറിച്ച് ഇതാണ് മഞ്ഞളാണ്. ഇന്ത്യൻ പേരക്ക. കുറച്ചുകൂടി പേപ്പിൾ വാങ്ങണം ഈ സീസണിൽ. കുറച്ച് പേപ്പിളൊക്കെ ചിലപ്പോൾ മണ്ണിരടിയിലൊക്കെ ആയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് എല്ലാം ക്ലിയർ ചെയ്ത് അതിലൊക്കെ കറി പച്ചപ്പി കാണുന്നത് ശരിക്കും ഫംഗസാണ്. അത് തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്ന പോലെ പൂപ്പല് പോലെ ഗാർഡനിൽ കാണുള്ളൂ. പക്ഷേ ഇതാണ് നമ്മുടെ നടപ്പാത. സോ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം ഒരുമാതിരി ക്ലിയറായി അത്രയുള്ള. അപ്പം ഇത് നമുക്കൊരു ഹെൽപ്പാണ്. നമ്മൾ ഈ ഓഫീസ് ജോലിയൊക്കെ ഉള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് എല്ലാവർക്കും. കാര്യം നമ്മൾ ചെടികളുടെ ഇടയിലും പ്രകൃതിയുടെ ഇടയിലും അതുപോലെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു സുഖം വരും. എവ്രിവൺ, സോ നമ്മൾ ഗാർഡനിങ്ങിന് പോകുമ്പം ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് നമ്മുടെ സേഫ്റ്റി ഗിയർ. സേഫ്റ്റി, അതായത് ഗ്ലൗസ്, ഒരു ഗ്ലാസ് വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറിച്ച് നമ്മുടെ കണ്ണിൽ വീഴാം. വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് പിനിയും അത് പോയിരിക്കാൻ വേണ്ടി ഒരു ഇയർ കവറിങ്ങും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റി ഷൂസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഏതെങ്കിലും നല്ല വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഷൂസ് ഇടുക. ഡ്രസ്സ് നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ചുള്ള ഡ്രസ്സ് ഇടുക. എന്തായാലും ഡ്രസ്സ് ഇടുമ്പോൾ എപ്പോഴും പാൻറ് എപ്പോഴും കുറച്ച് കട്ടിയുള്ള പാൻറ് ഇടാൻ ട്രൈ ചെയ്യുക. അതുപോലെ ഫുൾ സ്ലീവ് നമ്മൾ സമ്മറിലാണെങ്കിലും നമ്മൾ ഫുൾ സ്ലീവ് ഇടണം എപ്പോഴും. കാര്യം പക്സൊക്കെ കടിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഇച്ചി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഫുൾ സ്ലീവ് ഇടുക നമ്മൾ ഗാർഡനിങ്ങിന് ഇറങ്ങുമ്പോൾ. ഫുൾ ടേലറായി കഴിഞ്ഞാൽ നമുക്ക് ലെസ് സ്കിന്നിന് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം ഗാർഡനാണ്, അതിൽ ബഗ്സും എല്ലാം ഉണ്ടാവും. ഹലോ എവ്രി വൺ, ഇന്നത്തെ ഗാർഡനിലെ പണി കഴിഞ്ഞു. കാര്യം ഓൾറെഡി ക്ലൗഡി ആയി തുടങ്ങി, തണുപ്പ് കുറച്ച് കൂടി തുടങ്ങി. അപ്പം ഇന്ന് സ്റ്റോപ്പ് ചെയ്യാനാണ്. അപ്പം ബാക്ക് യാർഡിൽ നമ്മൾ പ്രൂൺ ചെയ്യുന്ന ഓരോ ബ്രാഞ്ചസും നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗാർഡനിൽ തന്നെ നിങ്ങൾക്ക് കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ ആകെ ചപ്പ് ചവറ് പോലെ കിടക്കും. അപ്പം സ്ഥലമില്ലാത്തവർ ഞാൻ ഗ്രീൻ വേസ്റ്റ് ബിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കൗൺസിലിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് വരും. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഗ്രീൻ വേസ്റ്റിന് വേണ്ടിയിട്ട്. സോ ഇന്നത്തെ ഇതാണ് ഗ്രീൻ വേസ്റ്റ് ആണിത്. എല്ലാ പ്രൂൺ ചെയ്ത ബ്രാഞ്ചുകളും ചെടികളെല്ലാം ഇതിലുണ്ട്. ഓൾറെഡി ഫുള്ളായപ്പം നമ്മൾ വൈസായിട്ട് ഉപയോഗിക്കുക ഗ്രീൻ വേസ്റ്റ്. കാര്യം ഒറ്റയടിക്ക് പ്രൂൺ ചെയ്താൽ എല്ലാം ആഴ്ച നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാര്യം നിറഞ്ഞു പോകും. അപ്പോൾ ആഴ്ചയിൽ കുറച്ച് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ ഗാർഡനിൽ അവിടെ ഇവിടെയും റബ്ബിഷ് കിടക്കാതെ വേസ്റ്റ് കിടക്കാതെ നേരെ നമുക്ക് എല്ലാം 2 ആഴ്ച കൂടുമ്പോഴും ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ഗാർഡനിൽ പ്രൂൺ ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഗാർഡൻ ക്ലീനിങ് കഴിഞ്ഞു. ഡീപ്പ് ക്ലീനിങ് അല്ല, എന്നാലും ജസ്റ്റ് ബേസിക് ഗാർഡൻ ഉള്ളിൽ കുറച്ച് നീറ്റാക്കിയെന്നേ ഉള്ളൂ. കാരണം ഗാർഡൻ ഒന്ന് നമ്മൾ നോർമലി എല്ലാ വിന്റർ കഴിയുമ്പോഴും ഒന്ന് ഗാർഡൻ കംപ്ലീറ്റ് ക്ലീനപ്പ് ഉണ്ട്. അതിന് മൾച്ചൊക്കെ ഇട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് പുതിയ സീസണിലേക്ക് വേണ്ടി ഗാർഡൻ പ്രിപ്പയർ ചെയ്യും. അത് വിന്റർ കഴിയുമ്പം ആ വീഡിയോ ഞാൻ പിന്നെടുത്ത് നിങ്ങൾ കാട്ടിത്തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ എവരിവൺ.